പാലസ് അറ്റാക്ക് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ യോയും വൂക്കും പാലസിന് മുമ്പിലെത്തുന്നു. കൊട്ടാരത്തിലുള്ള സോൾജേഴ്സ് എല്ലാവരും വാഗ്മോന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് യോ പറയുന്നു. വൂക്ക് പറയുകയാണ്, എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. വാങ്സോ നമ്മളെ തടയാനായി എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്സോനെ കൊന്നു കളയണമെന്ന്. അവരങ്ങനെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ അകത്ത് വാങ്സോയും ജനറൽ പാർക്കും അവരുടെ സൈനികരും ഉണ്ടായിരുന്നു. കുറച്ച് അകലെയായി ഹെയ്സ് വൂക്കിനെ നോക്കി നിൽക്കുന്നതും വൂക്ക് കാണുന്നുണ്ട്. ഒരു കാരണവുമില്ലാതെ എൻ്റെ അമ്മേനെ ക്വാർട്ടേഴ്സിൽ തടഞ്ഞു വെച്ചതുകൊണ്ട് അമ്മേനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞാനിവിടെ എത്തിയതെന്നൊക്കെ യോ പറയുന്നു. ഒരു തെറ്റും ചെയ്യാത്ത സോൾജേഴ്സിൻ്റെ ചോര ഇവിടെ ഒഴുക്കേണ്ട എന്നും പറഞ്ഞിട്ട് വൂക്കും വാങ്സോയും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹെയ്സും നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സോൾജേഴ്സ് തമ്മിലും അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോഴാണ് കുറച്ച് സൈന്യത്തെയും കൂട്ടി ബേക്കായും വാഗ്മുവും എത്തുന്നത്. തൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന യോയുടെ കഴുത്തിന് നേരെ വാളെല്ലാം വെച്ച് നിൽക്കുകയായിരുന്നു വൂക്ക്. നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്ന് യോ ചോദിക്കുമ്പോൾ വൂക്ക് പറയുകയാണ്, ഇതിനെ ഒരിക്കലും ചതിയെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഒരേ ടീമിൽ പോലും ആയിരുന്നില്ല എന്ന്. നിനക്ക് ഇവിടെ വല്ല അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് നേരത്തെ തന്നെ വൂക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൂക്കിൻ്റെ പ്ലാൻ ആയിരുന്നു ഇതെല്ലാം എന്ന് വാഗ്മു പറയുകയാണ്. വൂക്കാണ് ശരിക്കുമുള്ള ഹീറോ എന്നെല്ലാം വാഗ്മു പറയുമ്പോൾ ഹെയ്സൂനും വാങ്സോയ്ക്കും വൂക്കിനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എത്തിയിട്ട് കിങ് മരിച്ചു എന്നും അടുത്ത രാജാവായിട്ട് വാഗ്മുവിൻ്റെ പേരാണ് കിങ് മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞതെന്നും പറയുന്നു. കിങ് ആയതിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞത് വൂക്ക് തന്നെയായിരുന്നു. വൂക്ക് പറയുന്നത് കേട്ടിട്ട് വാങ്സോയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് ഏറ്റുചൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ വാഗ്മു ഗോറിയോടെ രണ്ടാമത്തെ രാജാവായതെല്ലാം ഹെയ്സൂവും കാണുന്നു. വാഗ്മു രാജാവായതും യോനെ പിടിച്ചു വച്ചിരിക്കുന്നതും ക്വീനും കാണുന്നു. മരിച്ചു കിടക്കുന്ന കിങ്ങിനെ കാണാൻ പുണ്ണും ജെങ്ങും വൂക്കും യോൻഹയും എത്തുന്നു. ജെങ് കിങ്ങിനെ കണ്ട് ഒരുപാട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ രാജ്യം ഞാൻ എൻ്റേതാക്കുമെന്നായിരുന്നു യോൻഹെ അപ്പോൾ ആലോചിച്ചത്. ഉണ്ണച്ഛനെ കാണാൻ പോകാൻ തുടങ്ങുമ്പോൾ പാക് സൂൺ ഉണ്ണിനെ തടയുകയാണ്. പുതിയ കിങ് കിരീടത്തിന് വേണ്ടി സഹോദരങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് പോകേണ്ട എന്നെല്ലാം പാക് സൂൺ പറയുന്നു. പക്ഷെ പോകണമെന്ന് ഉൺ വാശി പിടിക്കുമ്പോൾ പാക് സൂണിൻ്റെ ഒരു പടച്ചട്ടയെല്ലാം ഉണ്ണിന് കൊടുക്കുകയാണ് പാക് സൂൺ. വൈഫിൻ്റെ പടച്ചട്ടയൊന്നും ഇട്ട് സ്വയം രക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ഉൺ പറയുകയാണ്. നിന്നെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നീ അതെല്ലാം ധരിച്ചിട്ട് പോയാൽ മതിയെന്ന് പാക് സോണിനോട് ഉൺ പറയുന്നു. നിങ്ങളിത് ധരിക്കുന്നില്ലെങ്കിൽ ഞാനും ഇത് ധരിക്കില്ല എന്നൊക്കെ പാക് സോണും പറയുന്നു. മരിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മരിക്കാമെന്ന് പാക് സോൺ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് മരിക്കുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന് ഉണ്ണും പറയുന്നു. അങ്ങനെ ഉണ്ണിൻ്റെ പാക് സോണിൻ്റെ ലവ് സ്റ്റോറി ഇവിടം തൊട്ട് തുടങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ് എന്നോട് നിങ്ങൾ യോയുടെ കൂടെയാണെന്നൊക്കെ നുണ പറഞ്ഞതെന്ന് ഹെയ്സു വൂക്കിനോട് ചോദിക്കുന്നു. നീ ആരുടെ കൂടെ നിൽക്കുമെന്നറിയാൻ നിന്നെ ടെസ്റ്റ് ചെയ്തതായിരുന്നു എന്ന് വൂക്ക് പറയുകയാണ്. എന്നിട്ടും നീ വാങ്സോയുടെ കൂടെയാണല്ലോ നിന്നതെന്ന് വൂക്ക് പറയുമ്പോൾ ഹെയ്സ് ചോദിക്കുന്നു, നിനക്ക് വാങ്സോനെ കൊല്ലണമെന്ന ഒരു ഉദ്ദേശമുണ്ടോ എന്ന്. അപ്പോൾ വൂക്ക് പറയുകയാണ്, രാജാവാകണമെന്ന എൻ്റെ ആഗ്രഹത്തിനെതിരെ ആരൊക്കെ നിൽക്കുന്നോ അവരെ എല്ലാവരെയും ഞാൻ കൊല്ലും. ഒരു ഞെട്ടലോടെ തന്നെ ഹെയ്സ് പറയുകയാണ്, കോട്ട്ലേഡിയോ മരിച്ചു എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്ന ആ ഒരു വൂക്കല്ല ഇപ്പോൾ നിങ്ങൾ. വാങ്സോനെ കൊല്ലാൻ നിങ്ങൾ എന്നെ യൂസ് ചെയ്യുകയാണ്. ഇത്രയും കാലം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ വൂക്ക് ചോദിക്കുകയാണ്, നീയും എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? കിങ് മരിച്ചു എന്ന് നിനക്കറിയാമായിരുന്നു, എങ്കിലും നീ എന്നോടത് പറഞ്ഞില്ല. നീ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. അതുമാത്രമല്ല, വാങ്സോനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്ന ഒരു ഭയം പോലും നിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. കിങ് പറഞ്ഞതുപോലെ മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചത്. മാത്രമല്ല, വാങ്സോ നിങ്ങൾക്കൊരു മുറിവ് പോലും വരുത്തുകയില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസു ഒരു കാര്യം കൂടി വൂക്കിനോട് പറയുകയാണ്, ഈ പാലസിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ തയ്യാറാണ്. നമുക്ക് കിങ്ങിൻ്റെ അടുത്ത് പോയി പെർമിഷനെല്ലാം മേടിക്കാം. നമുക്കിവിടെ നിന്നും എങ്ങോട്ടേലും പോകാമെന്ന്. പക്ഷെ വൂക്ക് പറയുകയാണ്, അതൊരിക്കലും നടക്കില്ല, എനിക്ക് കിങ് ആകണമെന്ന്. അത് കേൾക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, നിങ്ങളല്ലായിരുന്നോ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ കിങ് ആകുന്നതെന്ന്? അത് വെറും നുണയായിരുന്നല്ലേ. നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ നുണകളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തുനിന്നും മാറി നിൽക്കാനാണ് ഇപ്പോൾ മുതൽ ആഗ്രഹിക്കുന്നതെന്നും ഹെയ്സ് പറയുന്നു. നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതിന് പിന്നിലെ കാരണം വാങ്സോ ആണോ എന്നും വൂക്ക് ചോദിക്കുന്നു.
എന്ത് ചെയ്തിട്ടാണെങ്കിലും നിനക്ക് പണ്ട് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് വൂക്ക് പറയുമ്പോൾ അതത്ര എളുപ്പമല്ല എന്ന് ഹെയ്സുവും പറയുന്നു. യോ സോൾജിയേഴ്സിൻ്റെ കയ്യിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. പോകാൻ വേറെ വഴികളില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സുമായിട്ട് യോ ഫൈറ്റ് ചെയ്യുന്നു. യോയ്ക്ക് നേരെ വൂക്ക് അമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വാങ്സു തടയുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും യോ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ജിങ് പറയുകയാണ്, ഞാൻ ചേട്ടനോട് സംസാരിച്ചു നോക്കാമെന്ന്. പക്ഷെ ഇപ്പോൾ അതിനിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിനക്കും അപകടമുണ്ടാകുമെന്ന് വാങ്സോ പറയുന്നു. അങ്ങനെ വാങ്സോയും എത്തുകയാണ്. വാങ്സോയും യോയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് വാങ്സോ യോനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യോ പറയുന്നു, ഞാൻ ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറുകയില്ല, നിങ്ങൾ എന്നെ കൊന്നാലും സാരമില്ല എന്നും പറയുന്നു. യോ വീണ്ടും വാങ്സോനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ വാങ്സോ ചെറുതായിട്ട് യോനെ കുത്തുന്നു. പക്ഷേ യോനെ കൊല്ലണമെന്ന ഉദ്ദേശം വാങ്സോയ്ക്കുണ്ടായിരുന്നില്ല. യോ ആ വാളെല്ലാം തട്ടിമാറ്റാൻ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് വാങ്സോ യോനെ വെട്ടുകയാണ്. ആ ഒരു വെട്ടലിൻ്റെ ശക്തിയിൽ തന്നെ യോ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. വാങ്സോ യോനെ രക്ഷിക്കാനായി ഓടിയെത്തി കൈയെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. യോ അപ്പോഴത്തേക്കും താഴെ പോയിട്ടുമുണ്ടായിരുന്നു. ജിങ് ഓടിയെത്തിയിട്ട് വാങ്സോ കാരണമാണ് യോ മരിച്ചതെന്നുള്ള രീതിയിൽ വാങ്സോനെ നോക്കുന്നു. പക്ഷേ എല്ലാം വാങ്സോയുടെ തെറ്റാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വാങ്സോ ഒന്നും മിണ്ടാതെ പോവുകയാണ്. യോ മരിച്ചു എന്നുള്ള കാര്യം ക്വീൻ്റെ അടുത്ത് നിന്ന് ജിങ് തന്നെയാണ് പറയുന്നത്. പക്ഷെ ക്വീന് അത് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. വാങ്സോ തനിച്ചിരുന്ന് കരയുന്നത് ഹെയ്സു കാണുന്നു. നിനക്കെന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ അടുത്ത് വരാതെയും ഇരുന്നതെന്ന് വാങ്സോ പറയുന്നു. എങ്കിലും നിനക്കെന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് യോനെ കുത്തി. എങ്കിലും ഹെയ്സു അതിനെക്കുറിച്ചൊന്നും തരം പറയാതെ വാങ്സോനെ സമാധാനിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ തന്നെ ആകും നടക്കുക എന്ന് ഹെയ്സുവിന് നേരത്തെ തന്നെ അറിയാമെങ്കിൽ പോലും വാങ്സോനെ സമാധാനിപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ ഹെയ്സുവിന് സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ വഗ്മു രാജാവായത് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വഗ്മു രാജാവായിട്ട് 2 വർഷമായിട്ടുണ്ട്. ഒരു കോട്ട് ലേഡിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ഉയർന്ന റാങ്കാണ് ഇപ്പോൾ ഹെയ്സുവിനുള്ളത്. പണ്ട് ഹെയ്സു പാലസിലെത്തിയത് ഏത് റാങ്കോടുകൂടിയാണോ അതേ റാങ്കാണ് ഇപ്പോൾ ചെയ്ക്കുമുള്ളത്. ഇപ്പോൾ ഹെയ്സു ഉയർന്ന റാങ്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തോടെ തന്നെയാണ് ജോലിയെല്ലാം കാണുന്നതും. കിങ്ങിൻ്റെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം കുറിക്കുകയായിരുന്നു ഹെയ്സു. ഇന്ന് ഹെയ്സുവിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ ചൈ ഹെയ്സുവിൻ്റെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. നീ എൻ്റെ കൂടെ ഈ ഡമേക്കോൺ പാലസിലുള്ളതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് വേറെ കിട്ടാനില്ല എന്ന് ഹെയ്സു ചൈയോട് പറയുകയും ചെയ്യുന്നു. ബുൾഗാരിയയിൽ മാത്രം കാണപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് റോസ് ഫ്ലവേഴ്സിൻ്റെ സെൻറ്റായിരുന്നു ബെയ്ക്ക ഹെയ്സുവിനായി കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. അന്ന് രാത്രി ചെന്നായയുടെ ഒച്ചയെല്ലാം കേട്ടിട്ട് ഹെയ്സു അകത്തു നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ വെളിയിലിറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചെന്നായൊന്നും ആയിരുന്നില്ല, മറിച്ച് വാങ്സോ ആയിരുന്നു. എനിക്ക് ഇവയുടെയൊക്കെ സൗണ്ട് വളരെ നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സുവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ വാങ്സോ അതെല്ലാം ചെയ്ത് കേൾപ്പിക്കുന്നു. വാങ്സോയും ഹെയ്സുവും കൂടി പാലസിന് വെളിയിൽ നക്ഷത്രങ്ങളെയൊക്കെ കാണുന്ന രീതിയിലിരിക്കുകയായിരുന്നു. അവിടുത്തെ ഒരു നക്ഷത്രക്കൂട്ടത്തെക്കുറിച്ചൊക്കെ വാങ്സോ പറയുമ്പോൾ അത് കാസിയോപ്പിയ കോൺസ്റ്റലേഷനാണെന്ന് ഹെയ്സുവും പറയുന്നു. അതിനുശേഷം അതിന് പിന്നിലെ സ്റ്റോറിയെല്ലാം ഹെയ്സു പറഞ്ഞു കൊടുക്കുമ്പോൾ വാങ്സോ പറയുകയാണ്, പണ്ട് ചെങ് അമ്മയുടെ മടിയിൽ കിടന്ന് കഥയെല്ലാം കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു ചെങ് ഇല്ലാതെ ആവുകയാണെങ്കിലെന്ന്. അമ്മയുടെ മടിയിൽ കിടന്ന കഥകളെല്ലാം കേൾക്കാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെങ്ങിൻ്റെ നേർക്കുള്ള എൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ട് ചെങ്ങിനെ എൻ്റെ അടുത്തുനിന്ന് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ മൂത്ത സഹോദരനെ കൊല്ലുമെന്ന് അമ്മ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കും. അതുകൊണ്ടായിരിക്കും എപ്പോഴും എൻ്റെ അടുത്തു നിന്നും ചെങ്ങിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചതും. നമ്മുടെ ഇളയ സഹോദരങ്ങളൊക്കെ നമുക്കൊരു നിമിഷത്തേക്കെങ്കിലും ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഞാനും അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഹെയ്സുവും പറയുന്നു. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകണമെന്നാണോ അതോ എപ്പോഴും നിന്നെ നോക്കി ഇവിടെ നിൽക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് വാങ്സോ ചോദിക്കുന്നു. നിന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എത്രത്തോളം വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ഞാൻ മറക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നീയില്ലാതെ എനിക്ക് ജീവിക്കാനും സാധിക്കുകയില്ല എന്ന് വാങ്സോ പറയുന്നു. നീ എൻ്റെ അടുത്തു നിന്നും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് പ്രതീക്ഷകളൊന്നും തരരുത്. അങ്ങനെ തരികയാണെങ്കിൽ അത് എനിക്ക് ഒരുപാട് ടോർച്ചറായി മാറുകയുള്ളൂ എന്നും വാങ്സോ പറയുകയാണ്. അതിനുശേഷം വാങ്സോ ഹെയ്സുവിനെ കിസ് ചെയ്യാൻ വരുമ്പോൾ ഹെയ്സു തന്നെ തടയുന്നു. എൻ്റെ അനുവാദം കൂടാതെ എന്നെ കിസ് ചെയ്യില്ല എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ എന്നൊക്കെ വാങ്സോയോട് ഹെയ്സു ചോദിക്കുമ്പോൾ
നീ എനിക്ക് അനുവാദം തരാമോ എന്ന് വാങ്സോയും ഹേസുവിനോട് ചോദിക്കുന്നു. പക്ഷേ ഹേസു അനുവാദമൊന്നും കൊടുക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ദിവസം നീ എൻ്റെ കൂടെ വരണം, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് വാങ്സോ പറയുകയാണ്. വൂക്കിനിപ്പോൾ ഉയർന്ന ഒരു റാങ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കിങ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വൂക്ക് തന്നെയാണ് ചെയ്യുന്നത്. കിങ്ങിന് ഓരോ ദിവസം കൂടുന്തോറും അസുഖമെല്ലാം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ശക്തരായിട്ടുള്ള എല്ലാ കുലത്തിലെ ആളുകളും ഉറപ്പായിട്ടും ഇപ്പോൾ മിലിറ്ററിയിൽ ചേരണമെന്നെല്ലാം വൂക്ക് പറയുകയാണ്. ആരും തന്നെ ഈ ഒരു കാര്യം നിരസിക്കാൻ പാടില്ല എന്നും ഇതെല്ലാം കിങ്ങിൻ്റെ ഓർഡറാണെന്നും വൂക്ക് പറയുന്നു. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വൂക്ക് പോകുമ്പോൾ വാങ്സോ വൂക്കിനെ വിളിക്കുന്നു. കിങ് തരുന്ന ഓർഡേഴ്സ് എല്ലാം മറ്റൊരർത്ഥത്തിൽ നീ വന്നിങ്ങനെ ആളുകളോട് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾക്കെല്ലാവർക്കും നിന്നോട് ദേഷ്യമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വാങ്സോ പറയുകയാണ്. നിനക്കിപ്പോൾ പൊളിറ്റിക്സും കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ എന്നൊക്കെ വൂക്ക് ചിരിച്ചുകൊണ്ട് വാങ്സോയോട് പറയുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ശരിക്കറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ പൊളിറ്റിക്സൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല എനിക്കിതുവരെയും നിന്നെ വിശ്വാസമായിട്ടുമില്ല എന്ന് വാങ്സോ പറയുകയാണ്. ചില ഹൈ റാങ്കുള്ള ഓഫീസേഴ്സിന് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാനിവിടെ ചെയ്യുന്നുണ്ടെന്ന് വൂക്കും പറയുന്നു. കിങ്ങിൻ്റെ ആരോഗ്യനില ഇപ്പോൾ വളരെയധികം മോശമായിട്ടിരിക്കുകയാണ്. കിങ്ങിന് കുളിക്കാനായിട്ടുള്ള വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഹെർബ്സ് എല്ലാം ഇടണമെന്ന് കോട്ട് ലേഡി ആയിട്ടുള്ള ഹേസു ഇപ്പോൾ ചെയ്യോട് പറയുകയാണ്. ഹെയ്സ് പോയതിന് ശേഷം ഹെയ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തോ ഒരു കള്ളത്തരം ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തത്. അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ വോൺ ചെയ്യ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വോൺ ചെയ്യോട് പറയുകയാണ്, കിങ് കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ മെർക്കുറിയൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാതെ പോലും ആരോടും പറയാൻ പാടില്ല എന്ന്. അന്ന് രാത്രി ഒരു ബ്ലാങ്കറ്റ് എല്ലാം പുതച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല എന്നൊക്കെ കിങ് വൂക്കിനോട് പറയുന്നു. പക്ഷേ അത് കേൾക്കുമ്പോൾ കിങ്ങിനെ സമാധാനിപ്പിക്കുന്നതിന് പകരം വൂക്ക് പറയുന്നത് ഇപ്പോൾ കിരീടം കൈമാറാനുള്ള നേരമായെന്നായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാമെന്നും നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കുമെന്നും വൂക്ക് പറയുന്നു. പകരമായിട്ട് കിരീടം എനിക്ക് കൈമാറണം. പിറ്റേന്ന് രാവിലെ പ്രായപൂർത്തി പോലും ആകാത്ത തൻ്റെ മകളെ കെത്താനിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയക്കുകയായിരുന്നു വാഗ്മോ. എനിക്കറിയത്തില്ലാത്ത സ്ഥലത്തേക്ക് എന്നെ പറഞ്ഞു വിടരുതെന്നൊക്കെ ആ കുട്ടി കരഞ്ഞു പറയുകയാണ്. ഇപ്പോൾ നീ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലതെന്നും ഭാവിയിൽ നിനക്കിത് ഉപകാരപ്പെടുകയുള്ളൂ എന്നും വാഗ്മോ പറയുന്നു. അങ്ങനെ ആ കുട്ടി കരയുന്നത് കാണുമ്പോൾ വാങ്സോ തൻ്റെ ചെറുപ്പകാലമാണ് ആലോചിക്കുന്നത്. ക്വീൻ വാങ്സോനെ പാലസിന് മുകളിലായിട്ട് കെട്ടിയിട്ട സമയത്ത് ഒരുപാട് സോൾജിയേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് വാങ്സോയ്ക്ക് നേരെ അമ്പെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിർത്ത്, അവളെ ഒരിടത്തേക്കും പറഞ്ഞുവിടേണ്ട കാര്യമില്ല എന്നൊക്കെ വാങ്സോ വാഗ്മോനോട് പറയുന്നു. അപ്പോൾ വാഗ്മോ പറയുകയാണ്, എനിക്ക് മറ്റൊരു വഴികളുമില്ല. ഞങ്ങളെ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ആരും തന്നെയില്ല. അതുകൊണ്ട് തന്നെ വാങ്സോ ഇപ്പോൾ ഇവളെ വിവാഹം കഴിക്കുകയും അതുവഴി ഞങ്ങളെയും ഈ കിരീടത്തെയും സംരക്ഷിക്കുകയും വേണമെന്ന് കിങ് പറയുകയാണ്. അടുത്തതായിട്ട് വാങ്സോ വരാനായി കാത്തു നിൽക്കുന്ന ഹെയ്സുനെയാണ് കാണിക്കുന്നത്. ഹെയ്സു ഒരിടെ ലീവൊക്കെ എടുത്തിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയ്സുനെ കാണുമ്പോഴേ വാങ്സോ മനസ്സിലാക്കുകയാണ് താനെന്ന് കൊടുത്ത അതേ ഹെയർ പിൻ തന്നെയാണല്ലോ ഇപ്പോൾ ഹെയ്സു ഇട്ടിരിക്കുന്നതെന്ന്. ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുറമെ ഒരു ചിരിയോട് കൂടി തന്നെ വാങ്സോ ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നോടൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് ഇപ്പോൾ പറയാനൊക്കെ ഹെയ്സു പറയുമ്പോൾ ഞാനത് ഓർക്കുന്നില്ല എന്നൊക്കെ വാങ്സോയും പറയുന്നു. ഞാനെന്തോ വലിയ കാര്യമൊക്കെ നിന്നോട് പറയുമെന്ന് വിചാരിച്ച് ആ ഒരു പ്രതീക്ഷയോടെയൊക്കെ ആയിരുന്നോ നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്സോ ഹെയ്സുവിനെ കളിയാക്കുകയാണ്. ഹെയ്സുവിന് വിഷമമായെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽ കുറച്ച് നേരം യാത്രയൊക്കെ പോയാലോ എന്ന് വാങ്സോ ചോദിക്കുന്നു. ഒരിക്കലും വെള്ളത്തിലൊക്കെ വീണത് കൊണ്ട് തന്നെ വളരെയധികം പേടിച്ചായിരുന്നു ഹെയ്സ് ബോട്ടിലിരുന്നത്. ഇത് നിൻ്റെ ബോട്ടാണോ എന്നൊക്കെ ഹെയ്സ് ചോദിക്കുമ്പോൾ വാങ്സോ പറയുകയാണ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് പാലസിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ പാലസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോട്ടാണെന്നൊക്കെ പറയുമ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ ഒരിക്കൽ പോലും ഈ ബോട്ടിലിരുന്ന് നീ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന്. ഞാനെപ്പോഴും ഈ ഒരു ബോട്ടിൻ്റെ അടുത്ത് വരാതിരിക്കുന്നതിന് കാരണം ഇനിയും ഈ ബോട്ടിനോട് ഒരുപാട് ഞാൻ അടുത്ത് പോകുമോ എന്ന് പേടിച്ചിട്ടാണ്. മാത്രമല്ല ഈ ബോട്ട് ഈ പാലസിലുള്ളിടത്തോളം കാലം എനിക്കിവിടം വിട്ട് പോകാനും സാധിക്കില്ല എന്ന് വാങ്സോ പറയുന്നു. വാങ്സോ ബോട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും വാങ്സോയുടെ മനസ്സിലുണ്ടായിരുന്നത് ഹെയ്സുവിനെ കുറിച്ചായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട ഒരു വസ്തുവിൻ്റെ അടുത്ത് നിന്നും ഒരിക്കലും നീ മാറിപ്പോകാൻ പാടില്ല, മറിച്ച് അതിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിനക്കൊരുപാട് റിലീഫ് ഉണ്ടാകുമെന്നൊക്കെ ഹെയ്സുവും പറയുന്നു. അത് കേൾക്കുമ്പോൾ വാങ്സോയ്ക്ക് ഉള്ളിലൊരു വിഷമമെല്ലാം വന്നിട്ട് വാങ്സോ പറയുകയാണ്, നിന്നോട് പറയാൻ ഓർത്തിരുന്ന കാര്യം ഞാൻ മറന്നു പോയതിൽ നിന്നോട് എനിക്ക് ക്ഷമ ചോദിക്കണമെന്ന്. ഇതിനെല്ലാം ശേഷം വാങ്സോ ചോദിച്ചോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ വാങ്സോ പറയുകയാണ്, ഞാൻ വാഗ്മോൻ്റെ മകളെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്.
ഞാനിങ്ങനെ ഒരു വിവാഹം കഴിക്കുന്നത് വഴി എനിക്ക് വക്മുനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ക്വീനും ഷിൻജോയിലെ കുലത്തിലുള്ള ആളുകളും എല്ലാവരും തന്നെ ഞാനായിരിക്കും അടുത്തേക്കെങ്ങെന്ന് ഓർത്തിട്ട് തന്നെ ഇവിടെയുള്ള അറ്റാക്കിനൊന്നും ശ്രമിക്കുകയുമില്ല എന്ന്. നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചോദിച്ചും പറയുന്നു. അപ്പോൾ വാങ്സു പറയുകയാണ്, വക്മുന് വേണ്ടി ഞാനൊരു തൊടലിൽ കിടക്കുന്ന നായായി മാറണമല്ലേ എന്നും ഞാൻ ഈ ഒരു ലൈഫിൽ ഒട്ടും തന്നെ സന്തോഷിക്കുന്നില്ല എന്നും വാങ്സു പറയുന്നു. ഞാൻ പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ എൻ്റെ വിധി ഇത് മാത്രമാണെന്നും വാങ്സു പറയുന്നു. ഈ ഒരു ലൈഫിൽ നിന്നും എന്നാണ് എനിക്ക് മോചനം കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയൊന്നും ചോദിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. മറിച്ച് വക്മുവിനെ ഈ ഒരു സമയത്ത് രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്നും മാത്രമായിരുന്നു ചോദിച്ചിക്ക് പറയാനുണ്ടായിരുന്നത്. വാങ്സോനെ ഇനി അധികം നാൾ ഇവിടെ നിർത്തുന്നതൊന്നും നല്ലതല്ല എന്ന് വോക്ക് വക്മുവിന് ഉപദേശം കൊടുക്കുകയാണ്. വോക്കിനെ കിരീടം സ്വന്തമാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്സോനെ ആ ഒരു കിരീടം സ്വന്തമാക്കുന്നതിൽ നിന്നും തടയാനായിട്ട് നിൽക്കുന്നതും. ഞാൻ നിങ്ങളോട് കിരീടം ഏതെങ്കിലും ഒരു സഹോദരന് കൊടുക്കാൻ പറഞ്ഞത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണെന്നൊക്കെ വോക്ക് പറയുമ്പോൾ വക്മു പറയുകയാണ്, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നിലവിൽ ഇപ്പോൾ എനിക്കുള്ള ഭാരങ്ങളെല്ലാം എൻ്റെ ഏതെങ്കിലും ഒരു സഹോദരനുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് വാങ്സോ എത്തുന്നത്. വാങ്സോനെ കാണുമ്പോൾ വക്മു വോക്കിനോട് പറയുകയാണ്, വാങ്സോനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ വളരെ കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് തന്നെ വാങ്സോ അവളെ സെക്കൻഡ് വൈഫായിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. മാത്രമല്ല ബുക്ക് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കിരീടം ഞാൻ ഒരാൾക്ക് കൊടുക്കാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, വാങ്സോയ്ക്കാണ്. ഇത്രയും കാലം വാങ്സോ എൻ്റെ സഹോദരന്മാരിൽ ഒരാൾ മാത്രമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞാൽ അടുത്തതായി രാജാവാകുന്നത് വാങ്സോയാണ്. അത് കേൾക്കുമ്പോൾ വോക്കിൻ്റെ ഉള്ളിൽ സന്തോഷമൊന്നും ഇല്ലെങ്കിൽ പോലും പുറമെ ഒരു സന്തോഷമൊക്കെ കാണിക്കുന്നു. അതിനുശേഷം വാങ്സോയോട് പറയുകയാണ്, നിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് വേറെ ഒരു പെൺകുട്ടികളും നിന്നെ ഹസ്ബൻഡാക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കില്ലല്ലോ എന്ന്. ഹെയ്സു ചെങ്ങിനും പാക്സോണിനും ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുകയായിരുന്നു. ബേക്ക് ആ ഹെയ്സുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന പെർഫ്യൂം എല്ലാമാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബേക്ക് ആ ഹെയ്സുമായിട്ട് പിണങ്ങി പോകുന്നു. ഫേസ് മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം പാക്സോണിൻ്റെ മുഖം നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ടെന്നൊക്കെ ചെങ് പറയുന്നത് ഉൺ കേൾക്കുന്നു. ഉണ്ണിനങ്ങനെ കുശുമ്പ് മൂത്തിട്ട് ഇവരുടെ ഇടയ്ക്ക് വന്നിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഹെയ്സുവുമായിട്ട് പാക്സോണിനെ കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് വന്ന ഹെയ്സു ഉണ്ണിനോട് പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം നിനക്ക് നിൻ്റെ വൈഫിനെ വളരെയധികം ഇഷ്ടമാണെന്ന്. പിന്നെയും എന്തിനാണ് എപ്പോഴും ഞാനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ വിവാഹമെല്ലാം കഴിഞ്ഞിട്ട് 3 വർഷത്തോളം ആയിരിക്കുകയാണ്. ഇനിയെങ്കിലും സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതമെല്ലാം നയിക്കാനും ഹെയ്സു പറയുന്നു. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ള കാര്യം വിവാഹമാണെന്നൊക്കെ ഉൺ പറയുന്നു. അതിനുശേഷം ചെങ്ങിനോട് പറയുകയാണ്, നീ ആരെയും വിവാഹമൊന്നും കഴിക്കണ്ട, ഇതുപോലെ സിംഗിളായിട്ടൊക്കെ ജീവിച്ചാൽ മതിയെന്ന്. അതിനുശേഷം വാങ്സോയുടെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു ചെങ്ങും ഹെയ്സും വാങ്സോ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അറിയുന്നത്. വാങ്സോയും വക്മുൻ്റെ മകളുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടക്കുമെന്നൊക്കെ ഉൺ അവരോട് പറയുന്നു. അങ്ങനെ അതെല്ലാം കേട്ട് ഹെയ്സു വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നു. വാങ്സോയുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു ഹെയ്സു എല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ വാങ്സോ ഹെയ്സുവിനെ കാണാനായി എത്തുന്നു. നിനക്ക് എത്ര വേണമെങ്കിലും എന്നെ വെറുക്കാമെന്ന് വാങ്സോ പറയുകയാണ്. നിന്നെ വിവാഹം കഴിച്ച് പാലസിന് വെളിയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാലിക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. ഈ ഒരു വിവാഹം നടക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും കാരണങ്ങൾ എന്നോട് പറയാനുണ്ടോ എന്ന് ഹെയ്സു ചോദിക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല എന്ന് വാങ്സോയും പറയുന്നു. നീ കേട്ടതിനും അപ്പുറത്തായിട്ട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്ന് വാങ്സോ പറയുമ്പോൾ ഹെയ്സുവിന് വാങ്സോയോട് കൺഗ്രാറ്റുലേഷൻസ് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഹെയ്സു റൂമിലിരിക്കുമ്പോൾ ബേക്ക എത്തിയിട്ട് വാങ്സോ തന്നതാണെന്നും പറഞ്ഞ് ഒരു കത്ത് ഹെയ്സുവിന് കൊടുക്കുന്നു. വിവാഹത്തിന് സമ്മതിച്ചതിന് പിന്നിലെ കാരണം കാണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത്. അതൊരു പോയമായിരുന്നു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്: വെള്ളത്തിനരികിലൂടെ ഞാൻ നടന്ന് ആകാശത്തുണ്ടായിരുന്ന മേഘങ്ങളെല്ലാം പ്രത്യക്ഷപ്പെടുന്നതും കാത്ത് ആകാശത്തേക്കും നോക്കിയിരിക്കുകയായിരുന്നു. അത് കണ്ടതിന് ശേഷം ഹെയ്സു ഓർക്കുകയാണ്, വാങ്സോയ്ക്ക് ഇത്രയും നന്നായി എഴുതാൻ അറിയാമെന്ന് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല ഞാൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് എന്ന്. ഒരു അംബാസിഡറായ സമയത്ത് എങ്ങനെ ആയിരുന്നു താൻ ഫ്രീഡമെല്ലാം അനുഭവിച്ചത്, അതേ രീതിയിൽ തന്നെ ഹെയ്സുവിനെയും ഫ്രീഡമെല്ലാം അനുഭവിക്കാൻ അനുവദിക്കുമെന്ന് വാങ്സോ വാക്ക് നൽകിയതെല്ലാം ഹെയ്സു ഓർക്കുന്നു. രോഗക്കിടക്കയിൽ കിടക്കുന്ന വക്മുനെ കാണാൻ വാങ്സോ എത്തുകയാണ്. പക്ഷെ വാങ്സോയ്ക്ക് വക്മുവിൻ്റെ കിടപ്പെല്ലാം കണ്ടു കഴിയുമ്പോൾ ഒന്നും തന്നെ എതിർത്ത് പറയാൻ തോന്നുന്നില്ല. വാങ്സോ എഴുതിയ ആ ലെറ്ററിന് മുകളിൽ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് അതിലെഴുതിയ അതേ രീതിയിൽ തന്നെ എഴുതുകയായിരുന്നു ഹെയ്സു.
കണ്ണീരോടെ ഹെയ്സു വീണ്ടും വീണ്ടും എഴുതി നോക്കുമ്പോൾ പാലസിന്റെ മറ്റൊരു ഭാഗത്ത് വാങ്സോയുടെ വിവാഹം നടക്കുകയായിരുന്നു. ജെങ് അമ്മേനെ കാണാനായി പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെർവൻസ് എല്ലാവരും ജെങ്ങിനെ തടയുന്നു. ഒരു അതിഥി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്നാണ് ക്വീൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ അവർ പറയുമ്പോൾ ജെങ് അകത്തേക്ക് കയറി നോക്കുകയാണ്. അങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് യോ ആയിരുന്നു. ഇത്രയും കാലം നീ ജീവിച്ചിരുന്നിട്ടും എന്തുകൊണ്ടാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങളോട് ആരോടും പറയാതിരുന്നതെന്ന് ജെങ് ചോദിക്കുമ്പോൾ യോ പറയുകയാണ്, എന്നെ ഒരു ചതിയനായിട്ടാണ് ഇവിടെ എല്ലാവരും കാണുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരെയും അറിയിക്കാതിരുന്നതെന്ന് യോയും പറയുന്നു. എന്തായാലും തിരിച്ചു വന്ന സ്ഥിതിക്ക് കിങ്ങിനോട് മാപ്പ് പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് ജെങ് പറയുമ്പോൾ ഞാനിവിടെ എത്തിയത് കിരീടം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് യോയും പറയുന്നു. വാങ്സോയും കിങ്ങിന്റെ മകളുമായിട്ടുള്ള വിവാഹമല്ലേ നടക്കുന്നതെന്നൊക്കെ യോ ചോദിക്കുമ്പോഴത്തേക്കും വാങ്സോയ്ക്ക് കിരീടം കൊടുക്കുന്നതിനോട് എനിക്കും എതിരഭിപ്രായമാണ് ഉള്ളതെന്ന് ജെങ്ങും പറയുന്നു. നീ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ജെങ്ങിനോട് ചോദിക്കുമ്പോൾ ജെങ് പറയുകയാണ്, ഞാൻ കിങ്ങിന്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന്. ഭ്രാന്തുള്ള ആളുകളെ പോലെയാണ് കിങ് ഇപ്പോൾ പെരുമാറുന്നത്. അങ്ങനെയുള്ള ഒരു കിങ്ങിന്റെ കയ്യിൽ കൊറിയോ കൊടുക്കണോ, അതോ ആ കിങ് പവർ നൽകുന്ന ആൾ കൊറിയോ ഭരിക്കണോ? നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും യോ ചോദിക്കുന്നു. അന്ന് രാത്രി പുറത്തുള്ള ആരും അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗേറ്റ്സും അടച്ചിട്ടുണ്ടായിരുന്നു. കിങ്ങിന്റെ പാലസിലേക്ക് ജെങ് ഒളിച്ചു കടന്ന് പോകുന്നത് വാങ്സോ കാണുകയാണ്. വാങ്സോയും സോൾജിയേഴ്സും അവിടെ ഉണ്ടായിരുന്ന എല്ലാ റൂംസും എല്ലാ വഴികളും അന്വേഷിച്ചിട്ടും അവിടെ ഒന്നും ജെങ്ങിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരു റൂം മാത്രമേ ഇനി മിച്ചമുണ്ടായിരുന്നുള്ളൂ. അത് ഹെയ്സുവിൻ്റെ റൂമായിരുന്നു. അപ്പോൾ ഹെയ്സു അകത്തു നിന്നും ഇറങ്ങി വന്നിട്ട് എൻ്റെ റൂമിൽ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളത് അന്വേഷിക്കേണ്ട കാര്യവുമില്ലെന്ന് അവരോട് പറയുന്നു. ഹെയ്സു തടയുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വാങ്സോ ഞാൻ അകത്ത് പോയി നോക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോൾ ഹെയ്സു തലയിലുണ്ടായിരുന്ന ഹെയർപിനെടുത്ത് കഴുത്തിന് നേരെ വെക്കുന്നു. അതിനുശേഷം പറയുകയാണ്, എൻ്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആരെങ്കിലും എൻ്റെ റൂമിൽ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആത്മഹത്യ ചെയ്യും. അഥവാ എൻ്റെ റൂമിൻ്റെ അകത്ത് കയറി പരിശോധിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ കിങ്ങിൻ്റെ ഓർഡർ മേടിച്ചുകൊണ്ട് വരാനും ഹെയ്സ് പറയുകയാണ്. ഈ റൂമിനുള്ളിൽ ആരുമില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണോ എന്ന് വാങ്സോ ഒരിക്കൽ കൂടി ഹെയ്സിനോട് ചോദിക്കുന്നു. അകത്ത് ആരും തന്നെ ഇല്ല എന്ന് ഹെയ്സ് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം കഴുത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാങ്സോയും വാങ്സോയുടെ കൂടെ ഉണ്ടായിരുന്ന സോൾജേഴ്സും തിരിച്ചു പോകുന്നു. അവർ പോയി കഴിയുമ്പോൾ ഹെയ്സു അകത്ത് കയറുകയാണ്. അകത്ത് ഹെയ്സുവിൻ്റെ റൂമിൽ ചെങ്ങുമുണ്ടായിരുന്നു. നീ എന്തിനാണ് നിന്റെ കഴുത്തെല്ലാം മുറിക്കാൻ നോക്കിയതെന്ന് മുറിവ് നോക്കി ചെങ് പറയുന്നു. അതിനുശേഷം ഹെയ്സുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹെയർ പിൻ മേടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ട് സഹോദരന്മാരും നേരിട്ട് കാണുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഫൈറ്റ് ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ട് മറ്റൊരു മാർഗങ്ങളും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് ഹെയ്സുവും പറയുന്നു. ഞങ്ങൾ ബ്രദേഴ്സ് പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും ഹെയ്സു നിൽക്കുക എന്ന് ചെങ് ചോദിക്കുകയാണ്. നിങ്ങൾ ആരുടെയും കൂടെ നിൽക്കാൻ എനിക്കൊരു കാരണമില്ല എന്ന് ഹെയ്സുവും പറയുന്നു. പണ്ട് എല്ലാ ബ്രദേഴ്സും ഫ്രണ്ട്സിനെ പോലെ കഴിഞ്ഞിരുന്ന ആ ഒരു കാലത്തേക്ക് ഒരു തിരിച്ചുപോക്കിനി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഹെയ്സു ആരുടെയും ഒരാളുടെ കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ചെങ് പറയുകയാണ്. നിങ്ങൾ ആർക്കും പരിക്ക് പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരാളുടെ ഭാഗത്ത് നിൽക്കാനും സാധിക്കുകയില്ല എന്ന് ഹെയ്സ് പറയുന്നു. നിനക്ക് ആരുടെയും ഒരാളുടെ കൂടെ നിന്നേ മതിയാകൂ എന്ന് ചെങ് പറയുന്നു. അതിനുശേഷം ഹെയ്സു ഉറങ്ങുമ്പോൾ ചെങ് ഹെയ്സുവിൻ്റെ ഹെയർ പിന്നും നോക്കിയിരിക്കുന്നതൊക്കെ കാണിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഹെയ്സുവിൻ്റെ അടുത്ത് വാങ്സോ എത്തിയിട്ട് ഹെയ്സുവിനെ ഡമീകോണിൽ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു. ഇന്നലെ രാത്രി നിന്റെ കൂടെ ചെങ്ങില്ലായിരുന്നോ നിന്റെ റൂമിലെന്ന് ഹെയ്സുവിനോട് വാങ്സു ചോദിക്കുകയാണ്. അപ്പോൾ ഹെയ്സു പറയുന്നു, എന്തുകൊണ്ടാണ് ആ കുട്ടീനെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഞാനും ഇത് പറയാമെന്ന്. അപ്പോൾ വാങ്സു പറയുകയാണ്, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടീനെ കിതാനിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിടുമായിരുന്നു. അത് കേൾക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, നിനക്കിത് ആദ്യമേ എന്നോട് പറയാമായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും നേരം എന്നോട് പറയാതിരുന്നതെന്ന്. ഒരുപാട് ഭാര്യമാരുള്ളത് നിനക്കിഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനും നിന്നോടൊന്നും പറയാതിരുന്നതെന്ന് വാങ്സോ പറയുന്നു. ഇന്നലെ രാത്രിയിൽ എൻ്റെ റൂമിൽ ചെങ്ങും ഉണ്ടായിരുന്നുവെന്ന് ഹെയ്സു വാങ്സോയോട് തുറന്നു പറയുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ ഇനി ഒരിക്കലും എന്നോട് നുണ പറയരുതെന്നും ഞാനും നിന്നോട് നുണ പറയില്ല എന്നും വാങ്സോ പറയുന്നു. നിന്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് നിനക്ക് വല്ല നിരാശയുമുണ്ടോ എന്ന് ഹെയ്സ് ചോദിക്കുമ്പോൾ വാങ്സോ പറയുകയാണ്, എനിക്കങ്ങനെ ഒന്നും തന്നെ തോന്നുന്നില്ല. കാരണം ഞാൻ കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയിലൂടെ മാത്രമേ എനിക്ക് കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. അടുത്തതായിട്ട് വാങ്സോ ചോദിക്കുകയാണ്, അന്ന് നീ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ ആൾ ജെങ്ങാണോ എന്ന്. അപ്പോൾ അത് ജെങ്ങുമല്ല എന്ന് ഹെയ്സുവും പറയുന്നു. അന്ന് നീ എന്നോട് പറയാമെന്ന് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ നീ മറന്നത് തന്നെ ആയിരുന്നു എന്ന് ഹെയ്സ് ചോദിക്കുകയാണ്.
അപ്പോൾ വാങ്സോ ഹെയ്സുവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് പറയുകയാണ്, ഐ ലവ് യു. അത് കേട്ടതിന് ശേഷം ഹെയ്സു വാങ്സുവിനെ കിസ് ചെയ്തിട്ട് പറയുകയാണ്, ഇനി ഒരിക്കലും ഈ ഒരു കാര്യം മറക്കാൻ പാടില്ല. അതിനുശേഷം വാങ്സോയും ഹെയ്സുവിനെ കിസ് ചെയ്യുകയാണ്. ബേക്ക ആണെങ്കിൽ ഊഹി തിരിച്ചെത്തുന്നതും കാത്ത് വൂഹിയുടെ ഓർമ്മകളിലൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഓർത്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് വൂഹി ബേക്കയുടെ മുന്നിലെത്തുന്നത്. ഇതെൻ്റെ വെറുമൊരു സ്വപ്നം മാത്രമല്ലല്ലോ എന്ന് ബേക്ക ചോദിക്കുമ്പോൾ, ഞാൻ ഇത്രയും കാലം നിന്നെക്കുറിച്ച് മാത്രമായിരുന്നു ഓർത്തുകൊണ്ടിരുന്നത്, നീ എന്നെ മറന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ വൂഹിയും പറയുന്നു. അന്ന് വഗ്മുനെ കൊണ്ടുപോകാൻ ഇവർ രണ്ടുപേരും കൂടി പോയിട്ട് തിരിച്ച് ബേക്ക മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൂഹി ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. എനിക്ക് നിന്നെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല എന്ന് ബേക്ക പറഞ്ഞതിന് ശേഷം വൂഹിനെ ഹഗ് ചെയ്യുന്നു. വൂക്കിനെ കാണാൻ ഒരാൾ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് യോ നെബൂൺ അകത്തേക്ക് വിളിപ്പിക്കുന്നു. യോ പറയുകയാണ്, എനിക്കെല്ലാ കാര്യങ്ങളും തന്നെ അറിയാം. നെയ്വോണിനെ കൊണ്ട് മെർക്കുറിയെല്ലാം മേടിപ്പിച്ച് കിങ്ങിന്റെ അസുഖം കുറയ്ക്കുന്നതിന് പകരം കൂട്ടുകയാണ് ചെയ്തത്. നീ ഇപ്പോൾ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നും യോ പറയുന്നു. യോ ഒരു സൈന്യത്തെ എല്ലാവരെയും ചേർത്തിട്ട് കൊട്ടാരം ആക്രമിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ യോയുടെ കൂടെ അല്ല നിൽക്കുന്നത്, മറിച്ച് കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ജെങ് പോവുകയാണ്. പക്ഷേ ജെങ്ങിൻ്റെ അമ്മ പറയുന്നു, എൻ്റെ രണ്ട് മക്കളും പരസ്പരം ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ എനിക്ക് സാധിക്കുകയില്ല. അഥവാ കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ എന്നെ കൊന്നതിന് ശേഷം മാത്രം പോയാൽ മതിയെന്നും ക്വീൻ പറയുന്നു. ക്വീനെ കൊല്ലാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജെങ് പോകുന്നുമില്ല. കുളിയെല്ലാം കഴിഞ്ഞ് കിങ് ഡമീഗോൺ പാലസിൽ നിൽക്കുമ്പോൾ അവിടെ ഹെയ്സും ചെയ്യുമുണ്ടായിരുന്നു. വെളിയിൽ ഫൈറ്റ് നടക്കുന്ന സൗണ്ട് എല്ലാം അവർ കേൾക്കുകയും ചെയ്യുന്നു. പെട്ടെന്നായിരുന്നു കിങ് ബ്ലഡ് എല്ലാം ഛർദ്ദിച്ചത്. അപ്പോൾ യോയുടെ സൈനികരെല്ലാവരും വന്ന് ഹെയ്സുവിനെ പിടിച്ചു മാറ്റുകയാണ്. മാത്രമല്ല യോയും അവരുടെ ഇടയിൽ നിന്ന് നടന്നു വരികയും ചെയ്യുന്നു. യോനെ കണ്ടു കഴിയുമ്പോൾ തന്നെ എന്നെ കൊല്ലരുതെന്നൊക്കെ വാഗ്മു പറയുന്നു. പണ്ട് വാഗ്മു ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ കിങ്ങിൻ്റെ കൂടെ പോയി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു അസുഖം കാരണം വാഗ്മുവിനൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. യോ വാഗ്മു പറയുന്നതൊന്നും കേൾക്കാതെ വാഗ്മുവിനെ ആ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ആ വെള്ളത്തിൽ ഒന്ന് എണീറ്റ് നിന്നാൽ പോലും ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അങ്ങനെ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല വാഗ്മു ഉണ്ടായിരുന്നത്. ആ വെള്ളത്തിൽ കിടന്ന് എന്നെ രക്ഷിക്കാനൊക്കെ വാഗ്മു പറയുന്നുണ്ടെങ്കിൽ പോലും യോ അതെല്ലാം കണ്ടു നിൽക്കുകയാണ് ചെയ്തത്. ഹെയ്സുവിനെയും സോൾജേഴ്സ് എല്ലാവരും പിടിച്ചു വെച്ചത് കൊണ്ട് തന്നെ ഹെയ്സുവിനും കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഹെയ്സുവിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കിങ് മരിക്കുകയാണ്. വാങ്സോ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനോട് എല്ലാവരോടും ഫൈറ്റൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറി വരികയാണ്. പക്ഷെ വാങ്സോ എത്തിയപ്പോൾ ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. വാങ്സോ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാവരെയും കൊല്ലുന്ന സമയത്ത് ചോദിച്ച് വെള്ളത്തിലിറങ്ങി കിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കിങ് മരിച്ചു എന്നൊക്കെ മനസ്സിലായെങ്കിൽ പോലും കിങ്ങിനോട് എണീക്കാനൊക്കെ പറഞ്ഞ് ചോദിച്ച് കരഞ്ഞുകൊണ്ട് കിങ്ങിനെ വിളിക്കുകയാണ്. ഞാൻ ഈ സോൾജേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവന്ന് കിങ്ങിനെ കൊന്നതല്ല, മറിച്ച് കിങ് കുളിക്കുന്ന വെള്ളത്തിൽ പോയിസൺ ഇട്ട് ഹെയ്സുവാണ് കിങ്ങിനെ കൊന്നതെന്ന് യോ പറയുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഹെയ്സ് പോലും അറിയുന്നത്. അങ്ങനെ വൂക്ക് ചെയിനെ കൊണ്ട് ചെയ്യിച്ച ഒരു കാര്യം ഇപ്പോൾ ഹെയ്സുവിൻ്റെ തലയിലായിരിക്കുകയാണ്. അപ്പോൾ ഹെയ്സുവിനെ തറയിലേക്ക് തള്ളിയിട്ടിട്ട് വൺ പറയുകയാണ്, കിങ് കുളിച്ച വെള്ളത്തിൽ നിന്നും മെർക്കുറിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഹെയ്സു ആയിരുന്നു കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിലും ആ കുറ്റം ഹെയ്സുവിൻ്റേത് മാത്രമാണെന്നും വൺ പറയുന്നു. യോ വാങ്സോയോട് രണ്ട് ഓപ്ഷൻസ് പറയുകയാണ്. ഒന്നെങ്കിൽ മരിച്ചുപോയ കിങ്ങിൻ്റെ വിശ്വസ്തനായിട്ടിരുന്ന് ഹെയ്സുവിനും നിനക്കും ഒരുമിച്ച് മരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് നിനക്ക് ഹെയ്സുവിൻ്റെ ജീവൻ സംരക്ഷിക്കാം. ആദ്യത്തെ ഓപ്ഷനാണ് നീ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും കിങ്ങിനെ കൊന്നത് ഹെയ്സു ആണെന്നേ വരികയുള്ളൂ. അതേസമയം രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഈ ഒരു കാര്യം എന്നേക്കുമായി മൂടി വയ്ക്കപ്പെടുകയും ചെയ്യും. വാങ്സോയും യോയും ഫൈറ്റ് ചെയ്യാനായി വാളെല്ലാമായിട്ട് നിൽക്കുന്ന സമയത്ത് യോ പറയുകയാണ്, മരിച്ചുപോയ കിങ് വേണോ അതോ ഹെയ്സ് വേണോ എന്ന്. നിനക്ക് ഏത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. യോയുമായി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന വാങ്സോയോട് യോ ചോദിക്കുകയാണ്, മരിച്ചുപോയ കിങ്ങിൻ്റെ വിശ്വസ്തനായിട്ടിരിക്കണോ അതോ ഹെയ്സുവിൻ്റെ ജീവൻ രക്ഷിക്കണോ എന്ന്. അത് കേട്ട് കഴിയുമ്പോഴേ വാങ്സോ കയ്യിലുണ്ടായിരുന്ന വാളെല്ലാം താഴേക്കിട്ട് യോയുടെ മുമ്പിൽ മുട്ടിൽ നിൽക്കുന്നു. അതിനുശേഷം പുതിയ രാജാവിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നു. ഗോറിയോയുടെ രണ്ടാമത്തെ രാജാവായിട്ടുള്ള വാഗ്മു അറിയപ്പെട്ടിരുന്നത് ഹൈജോങ് എന്നായിരുന്നു. ഇപ്പോൾ ഗോറിയോയുടെ മൂന്നാമത്തെ രാജാവായിട്ട് യോ എത്തിയിരിക്കുകയാണ്. യോ അറിയപ്പെടുന്നത് ജോൺജങ് എന്നായിരുന്നു. അതിനുശേഷം വാങ്സോ ഓർക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 3 പേരാണ് ഉള്ളത്. ഒന്ന് ചോയിച്ചി, മറ്റൊന്ന് വാഗ്മു. ഇതൊന്നും കൂടാതെ നമ്മുടെ കുഞ്ഞു വാങ്സോയും. ചോയിച്ചി വാഗ്മുവിനോട് പറയുകയാണ്, നീ കിങ് ആകും, പക്ഷേ നീ അധികം കാലം ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്നും ചോദിക്കുന്നു. അപ്പോൾ വാഗ്മു പറയുകയാണ്, എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നതിലല്ല കാര്യം, മറിച്ച് അവസാന നിമിഷങ്ങളിൽ ആരായിരിക്കും കൂടെ ഉണ്ടാവുക എന്നതിലാണെന്ന്. ഇവർ രണ്ടാളും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്കും കിങ് ആകണമെന്ന് വാങ്സോ പറയുന്നു.
അതിനെന്താ, നീയും കിങ് ആകുമെന്ന് ചോയ്ജിയും പറയുന്നു. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചോയ്ജിക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നും ചെറുപ്പം മുതൽ തന്നെ കിങ് ആകുന്നതിനേക്കാളും നല്ലൊരു മനുഷ്യനായി ജീവിക്കാനായിരുന്നു വാഗ്മോ ആഗ്രഹിച്ചതെന്നും നമുക്ക് ഈ ഒരു സീനോട് മനസ്സിലാകുന്നതാണ്. മരിച്ചു കിടക്കുന്ന കിങ്ങിനെ നോക്കി ചോയ്ജി വിഷമിച്ചു നിൽക്കുന്നു. മാത്രമല്ല, ഇനി ഏതെങ്കിലും പ്രിൻസ് കിങ്ങിനെ കാണാനായിട്ടുണ്ടെങ്കിൽ അവരോട് എത്താനും പറയുന്നു. ഇതെല്ലാം നടക്കാൻ കാരണക്കാരി ഞാൻ മാത്രമാണെന്ന് ഹീസ് പറയുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ ഹീസുവിനെ കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് പോകുന്നു. അപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് വുൺ എത്തുകയാണ്. അതിനുശേഷം വുൺ പറയുകയാണ്, യോ ഒരു ഓർഡർ എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് ഹെയ്സു പാലസിന് വെളിയിലേക്ക് എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ കിങ്ങിനെ കൊന്നത് ഹെയ്സു ആണെന്നുള്ള രീതിയിൽ ഗോറിയോ ഫുൾ പ്രചാരണം നടത്തുമെന്ന്. അങ്ങനെയോ വാങ്സോയ്ക്കിട്ടും ഹെയ്സുവിനിട്ടും പണിയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഉണ്ണിന് പണി കൊടുക്കാനാണ് പോകുന്നത്. ഉണ്ണിനെയും വൈഫിനെയും അന്വേഷിച്ച് ഉണ്ണിന്റെ വീട്ടിലെല്ലാം തിരച്ചിൽ നടത്തുകയാണ് യോയും യോയുടെ സൈനികരും. ഉണ്ണിനെ ഒന്നും ചെയ്യരുത്, അവനെ വെറുതെ വിടണമെന്നൊക്കെ ഉണ്ണിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ് കരയുന്നതെല്ലാം ഉൺ കാണുന്നു. അതിനുശേഷം പാർക്ക് സൂൺ ഉണ്ണിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ കിങ് ആയിട്ടുള്ള യോ തിരിച്ചു കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതും വോക്കിന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇതുമാത്രമായിരുന്നില്ല, കിങ്ങിനെ കൊല്ലാൻ മെർക്കുറിയെല്ലാം എത്തിച്ചത് വോക്കായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറ്റം ഹെയ്സുവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനും അതുവഴി വാങ്സോനെ ഒരടിമയാക്കാനും വോക്ക് തന്നെ ആയിരുന്നു യോയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ണിനെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യോയുടെ കുലത്തിലുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഉണ്ണിൻ്റെ വീട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഉൺ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് യോയുടെ കിരീടത്തിന് ഭീഷണിയാകുമെന്ന് ഇപ്പോൾ ബുക്ക് യോനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യോനെ സഹായിക്കുക എന്ന രീതിയിലാണ് ബുക്ക് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ബുക്ക് ഇതെല്ലാം ചെയ്യുന്നത് സ്വയം രാജാവാകാൻ വേണ്ടിയായിരുന്നു. ബുക്ക് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ബുക്ക് നേരിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ചരിത്രത്തിൽ ഒരു ചതിയനായി ബുക്ക് മാറും. പക്ഷേ ഇപ്പോൾ യോനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പിറകിൽ നിന്ന് കിരീടത്തിനായി നീക്കങ്ങൾ നടത്തുന്നതെല്ലാം ബുക്ക് തന്നെയാണ്. ഉണ്ണിൻ്റെ മുത്തശ്ശനെയും അവരുടെ ഫാമിലിയിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളെയും കൊല്ലാനായിട്ട് കിങ് ഉത്തരവിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും മരിച്ചു കിടക്കുന്നതെല്ലാം കണ്ട് കിങ് വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പോൾ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ടെന്ന് തൻ്റെ മകനായിട്ടുള്ള യോയോട് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അമ്മ തന്നെയല്ലേ പാലസിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാറായി എന്നൊക്കെ യോ പറയുകയാണ്. പക്ഷേ അത് ക്വീൻ അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അതിനുശേഷം വാങ്സോനെ കാണുമ്പോൾ ഇവനെ കൂടെ നിർത്തുന്നത് നിനക്ക് ആപത്താകുമെന്ന് ക്വീൻ പറയുകയാണ്. പക്ഷേ യോ പറയുകയാണ്, വാങ്സോ എന്നെ രക്ഷിച്ചതാണ്. അന്ന് ആ മലമുകളിൽ വെച്ച് എനിക്കധികം പരിക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ വാങ്സോ വെട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്സോനെ കൂടെ നിർത്തുമെന്ന് യോ പറഞ്ഞതിന് ശേഷം വാങ്സോയ്ക്കൊരു ദൗത്യം കൊടുക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഉണ്ണിനെയും വൈഫിനെയും കണ്ടെത്തി കൊല്ലണമെന്നതായിരുന്നു. അഥവാ നീ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ചോയ്ജീനെയും ഹെയ്സുവിനെയും ബെയ്ക്കായനെയും ഞാൻ കൊല്ലുമെന്നും കിങ് പറയുകയാണ്. വാങ്സോ പോയതിനു ശേഷം യോ പറയുകയാണ്, അവനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവനെ ഇപ്പോഴും ഞാനിവിടെ നിർത്തിയിരിക്കുന്നതെന്ന്. വാങ്സോ ജനറൽ പാർക്കിൻ്റെയും ചോയ്ജിയുടെയും അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഉണ്ണിൻ്റെ ഫാമിലിയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പേരെയും ഇപ്പോൾ കിങ് കൊന്നിട്ടുണ്ട്. മാത്രമല്ല ഉണ്ണിനെയും വൈഫിനെയും കണ്ടെത്താനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കിങ് അവരെ കൊല്ലില്ലായിരിക്കുമല്ലോ എന്നൊക്കെ ജനറൽ പാർക്ക് ചോദിക്കുന്നു. അതിനുശേഷം ജനറൽ പാർക്ക് പറയുകയാണ്, നിങ്ങൾ രാജകുമാരന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ആരുടെയും കൂടെ നിൽക്കുകയില്ല. ഹെയ്സ് വാങ്സുവിനെ കൂട്ടിക്കൊണ്ട് വെളിയിൽ നിന്ന് സംസാരിക്കുകയാണ്. കിങ്ങിൻ്റെ ശരീരത്തിൽ പോയിസൺ പ്രവേശിച്ചതുകൊണ്ടാണ് കിങ് മരിച്ചതെന്ന് ഇവിടെ എല്ലാവരും തന്നെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നാളത്തേക്ക് ഈ പാലസിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നീ ചോയ്ജിയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്. ഞാൻ കാരണമല്ലേ ഇപ്പോൾ കിങ്ങിൻ്റെ ഉത്തരവൊക്കെ പാലിക്കേണ്ടതായിട്ട് വരുന്നതെന്ന് വിഷമത്തോടെ തന്നെ ഹെയ്സ് ചോദിക്കുമ്പോൾ വാങ്സോ ഹെയ്സുവിനെ സമാധാനിപ്പിക്കുന്നു. കിങ് കുളിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ആയിരുന്നില്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയത്. അതിനിടയ്ക്ക് എങ്ങനെയാണ് മെർക്കുറിയൊക്കെ വരുന്നതെന്നൊക്കെ ഹെയ്സു ചെയ്യോട് സംസാരിക്കുകയായിരുന്നു. ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ചെയ് പറയുമ്പോൾ ഞാൻ നിന്നെ സംശയിച്ചിട്ട് പോലും ഇല്ല എന്ന് ഹെയ്സുവും പറയുന്നു. ഉണ്ണിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും തന്നെ കിങ് ഇപ്പോൾ കൊന്നു. മാത്രമല്ല ഉണ്ണിനെ വൈഫിനെയും കാണാനുമില്ല എന്നൊക്കെ ചെയ് പറയുമ്പോൾ കിങ് ഒരാളെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടെത്താനായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് വാങ്സോ പറഞ്ഞത് ഹെയ്സു ഓർക്കുന്നു.
വാങ്സോ ഉണ്ണിനെയും പാക്സൂണിനെയും കുറിച്ചാണ് പറഞ്ഞതെന്ന് ഹെയ്സ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതെല്ലാം മനസ്സിലാക്കി അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഹെയ്സ് കാണുന്നത് കോട്ട് ലേഡിയുടെ വേഷമെല്ലാം ഇട്ട പാക്സൂണിനെ ആയിരുന്നു. പാക്സൂൺ മാത്രമായിരുന്നില്ല, ഉണ്ണും കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണിന് ഹെയ്സുവിന് വിശ്വാസമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ ഒരു വഴി കണ്ടെത്തുന്നതുവരെ ഹെയ്സു ഞങ്ങളെ സഹായിക്കണമെന്ന് അവർ പറയുകയാണ്. അങ്ങനെ ഹെയ്സു അവരെ രണ്ടുപേരെയും ഹെയ്സിൻ്റെ റൂമിലാക്കുന്നു. നമുക്ക് എൻ്റെ ബ്രദേഴ്സിനോട് ചോദിക്കാം, അവരെ സഹായിക്കുമെന്നൊക്കെ പറയുകയാണ്. വാങ്സോയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഹെയ്സ് പറയുകയാണ് വാങ്സോയ്ക്കാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടെത്താനുള്ള ചുമതലയെല്ലാം നൽകിയിരിക്കുന്നതെന്ന്. അപ്പോൾ പാക്സൂണും പറയുകയാണ്, ഒരു രീതിയിലും നമ്മളിവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല എന്ന്. എൻ്റെ അമ്മയ്ക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് വല്ല അറിവും ഉണ്ടോ എന്നൊക്കെ ഹെയ്സുവിനോടും ചോദിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് പോരുന്നതിന് പകരം അവരെയും കൂടി കൂട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു എന്നും പറയുകയാണ്. എനിക്ക് പാലസിന് വെളിയിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പാലസിന് വെളിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല എന്ന് ഹെയ്സ് പറയുന്നു. പക്ഷെ അവരെല്ലാവരും മരണപ്പെട്ടു എന്നുള്ള കാര്യം പാക്സൂണിന് അറിയാമായിരുന്നു. എങ്കിലും ഹെയ്സും പാക്സൂണും ആ കാര്യങ്ങളെല്ലാം ഉണ്ണിൻ്റെ അടുത്തുനിന്നും മറച്ചു വയ്ക്കുന്നു. നീ ഒരു രാജകുമാരിയായിരുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് യോ വൂഹിയോട് പറയുന്നു. എന്തായാലും ഇപ്പോൾ എന്തിനാണ് നീ വന്നതെന്നൊക്കെ യോ ചോദിക്കുന്നു. നീ കിങ്ങിനെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നല്ലോ, മാത്രമല്ല നിനക്ക് പ്രതികാര ചിന്തയുമുണ്ട്, ഇപ്പോഴും അതെല്ലാം ഉണ്ടോ എന്നൊക്കെ യോ ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് വൂഹിയും പറയുന്നു. വൂഹിയുടെ ആളുകളെല്ലാവരും പട്ടിണിയും ദാരിദ്ര്യവും കാരണം മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ അവരെ കൊണ്ടുവരാനും ഇവിടെ കൃഷിയെല്ലാം നടത്താനും സഹായിക്കണമെന്നായിരുന്നു വൂഹിക്ക് പറയാനുണ്ടായിരുന്നത്. അതിന് പകരമായി ഞങ്ങളുടെ ആളുകൾ എല്ലാവരും നിങ്ങളെ കിങ്ങായിട്ടൊക്കെ കണ്ടോളാമെന്നും വൂഹി പറയുന്നു. വാങ്സോയും ബേഗായും കൂടി സംസാരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേർക്കും പുതിയ കിങ്ങിനോട് വിശ്വാസവും ബഹുമാനവും ഒന്നും ഉണ്ടായിരുന്നില്ല. യോ പറഞ്ഞതുപോലെ തന്നെ ഉണ്ണിനെ കണ്ടെത്തി കൊല്ലാൻ പോവുകയാണോ എന്ന് ബേക്ക വാങ്സോയോട് ചോദിക്കുന്നു. അതിന് മറുപടിയായ വാങ്സോ പറയുകയാണ്, നിനക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ല എന്ന്. ഉണ്ണും വൈഫും പോകാൻ സാധ്യതയുള്ള 4 ബോട്ടുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിലേത് ബോട്ടിലാണ് പോകുന്നതെന്നും എപ്പോഴാണ് പോകുന്നതെന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വാങ്സോ പറയുന്നു. അവരുടെ ഇടയിലേക്ക് വൂഹി എത്തുമ്പോൾ ഹെയ്സുവിന് വൂഹിനെ കണ്ടാൽ ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ വാങ്സോയും പറയുന്നു. പക്ഷെ ഞാൻ വന്നു എന്ന് ഹെയ്സുവിനെ അറിയിക്കേണ്ട കാര്യമില്ല, ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകുമെന്ന് വൂഹി പറയുന്നു. നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, എന്തിനാണ് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതെന്ന് ബേഗായും ചോദിക്കുന്നു. ഞാനിപ്പോൾ വെറുമൊരു ഡാൻസറല്ല, മറിച്ച് കുറേയധികം ആളുകളെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോയേ മതിയാകൂ എന്ന് വൂഹിയും പറയുന്നു. അടുത്തതായിട്ട് വൂക്കിനെ കാണാൻ വാങ്സോ എത്തുകയാണ്. ഞാൻ കാര്യമായിട്ടുള്ള അന്വേഷണമെല്ലാം നടത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് 2 വർഷമായിട്ട് ബോൺ കൊട്ടാരത്തിലേക്ക് മെർക്കുറി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് യോ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇങ്ങനൊരു ബുദ്ധി ഒരിക്കലും ബോണിന് തോന്നുകയുമില്ല. അതുകൊണ്ട് തന്നെ ബോൺ മെർക്കുറിയെല്ലാം കൊണ്ടുവന്നത് നിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നില്ലേ എന്ന് വാങ്സോ വൂക്കിനോട് ചോദിക്കുകയാണ്. നീ എന്താണ് ഇപ്പോൾ പറയുന്നത്? ഞാനാണ് നമ്മുടെ ബ്രദേഴ്സിൽ ഒരാളെ കൊന്നതെന്നാണോ? അങ്ങനെയാണെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നീയും രാജാവിൻ്റെ നായയായിട്ട് ഉണ്ണിനെ കൊല്ലാൻ തന്നെയല്ലേ പോകുന്നത്? നമ്മൾ 2 പേരും ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പോരാടുന്നതെന്ന് വൂക്ക് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വാങ്സ് ചോദിക്കുന്നു, ഇത്രയും കാലം നിനക്കുണ്ടാകാതിരുന്ന ഈ ഒരു മാറ്റം എന്തുകൊണ്ടാണ് നിനക്ക് സംഭവിച്ചതെന്ന്. പക്ഷെ അതിന് മറുപടിയായി വൂക്ക് പറയുന്നത് ഞാനല്ല കിങ്ങിനെ കൊല്ലാൻ ശ്രമിച്ചതെന്നായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും വാങ്സോ വൂക്കിനെ വിശ്വസിച്ചിരുന്നില്ല. യോ ഹെയ്സുവിനോട് ചോദിക്കുകയാണ്, കിങ് കുളിച്ച വെള്ളത്തിൽ മെർക്കുറിയെല്ലാം ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് നിന്നെ എല്ലാവരും ചേർന്ന് ടോർച്ചർ ചെയ്യുകയായിരുന്നെങ്കിൽ നീ അതെല്ലാം സമ്മതിക്കുമായിരുന്നു എന്ന്. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അഥവാ എല്ലാവരും ചേർന്ന് എന്നെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം മാത്രമേ അവരോട് പറയുകയുള്ളൂ, ഞാൻ യോ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. യോയ്ക്ക് കിരീടം കിട്ടാൻ വേണ്ടി മാത്രമാണ് കിങ്ങിനെ കൊന്നതെന്ന്. ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും അത് മാത്രമേ പറയുള്ളൂ എന്നും ഹെയ്സ് പറയുന്നു. അതിനുശേഷം ഹെയ്സ് പറയുകയാണ്, യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ആരായിരുന്നു എന്ന് എനിക്കറിയണമെന്ന്. അപ്പോഴാണ് ഒരു സോൾജിയർ എത്തിയിട്ട് കിങ്ങിനെ കാണാൻ വൂക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ യോ പറയുകയാണ്, ഞാൻ അയാളുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇവിടെ എത്തിയല്ലോ എന്ന്. അങ്ങനെ വൂക്ക് അകത്തേക്ക് കയറി വരുമ്പോൾ ഇതിനെല്ലാം പിന്നിൽ വൂക്കായിരുന്നു എന്ന് ഹെയ്സുവിന് മനസ്സിലാക്കുകയാണ്. യോ വൂക്കിനോട് പറയുകയാണ്, കിങ്ങിൻ്റെ വെള്ളത്തിൽ ആരാണ് മെർക്കുറി ഇട്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഹെയ്സു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതാരാണെന്ന് നിനക്കറിയാമോ എന്ന്. കിങ്ങിന് അസുഖം കൂടിയിട്ടല്ലേ മരിച്ചത്, ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നതെന്നൊക്കെ വൂക്ക് പറയുന്നു. അപ്പോൾ യോയും നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുന്നു.
അതിനുശേഷം വൂക്കും ഹേസുവും കൂടി ഇറങ്ങി വരുമ്പോൾ വൂക്ക് പറയുകയാണ്, വാഗ്മു മരിച്ചതിൽ നിനക്ക് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ എനിക്കറിയാമെന്ന്. വാഗ്മു എനിക്ക് എൻ്റെ സഹോദരനെ പോലെ തന്നെ ആയിരുന്നു എന്ന് ഹേസുവും പറയുന്നു. ഇപ്പോൾ ഹേസുവിന് അറിയാം വൂക്കായിരുന്നു ഇതിനെല്ലാത്തിനും പിന്നിലെന്ന്. എങ്കിൽ പോലും ഹേസു വൂക്കിനോട് ചോദിക്കുകയാണ്, നിനക്കിതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന്. ഹേസു ചോദിച്ചല്ലെങ്കിലും സത്യമെല്ലാം പറയുമോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു അത്. അതിനുശേഷം കാണിക്കുന്നത് ക്വീനെയാണ്. ഞാൻ എൻ്റെ മകനെ ചതിയനായിട്ടല്ല വളർത്തിയതെന്ന് ക്വീൻ പറയുകയാണ്. ഹെയ്സുവിന് വേണ്ടിയാണോ നീ ഇതെല്ലാം ചെയ്തതെന്നും ക്വീൻ ചോദിക്കുന്നു. ഞാൻ അവളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വൂക്ക് പറയുകയാണ്. ഞാൻ എൻ്റെ ഫാമിലിനെയും എൻ്റെ പ്രണയത്തിനെയും സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നോക്കിയത്. പക്ഷേ അതിൽ എന്ത് തെറ്റാണുള്ളത്? അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് നല്ലൊരു ലൈഫ് ജീവിക്കാൻ. ഞാനും അതുപോലെ തന്നെയല്ലേ ചെയ്തത്. പിന്നെയും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും തനിച്ചാകുന്നത്? ഒരിക്കൽ ഞാൻ പോകരുതെന്ന് കരുതിയ അതേ വഴി തന്നെയാണത്. പക്ഷേ ഇനിയും ഒരു വിഡ്ഢിയെ പോലെ എല്ലാം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല. എന്തായാലും ഇപ്പോൾ ഞാൻ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു ഫ്ലാഷ് ബാക്ക് സീനായിരുന്നു. അടുത്തതായിട്ട് വീണ്ടും ബുക്കിനെയും ഹേസുവിനെയും കാണിക്കുന്നു. ഞാൻ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല എന്ന് ബുക്ക് ഹേസുവിനോട് പറയുകയാണ്. പിന്നീട് ഹേസുവും വാങ്സോയും കണ്ടുമുട്ടുകയാണ്. നീ യോനെ കണ്ടായിരുന്നല്ലേ എന്നൊക്കെ വാങ്സോ ചോദിക്കുമ്പോൾ ഹേസ് പറയുകയാണ്, കിങ് എന്നെ കൊല്ലാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ പാലസിൽ നിന്നും പുറത്താക്കാനുമില്ല എന്ന്. അത് വാങ്സോയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. കാരണം ജീവനോടെയുള്ള ഹേസുവിനെ വെച്ചിട്ടാണ് വാങ്സോയോട് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യാൻ യോ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഹേസു സേഫ് ആയതുകൊണ്ട് തന്നെ വാങ്സോയും ഹാപ്പിയാണെന്ന് പറയുന്നു. അതിനുശേഷം വാങ്സോ പറയുകയാണ്, നിന്നോട് പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഉണ്ണിനെ കണ്ടെത്തി കൊല്ലാനാണ് ഇപ്പോൾ കിങ് എനിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ണിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് നോക്കുന്നത്. ഉണ്ണിനെ കൊട്ടാരത്തിൽ ഏറ്റവും വിശ്വാസമുള്ളത് നിന്നെ തന്നെയാണ്. അതുകൊണ്ട് ഉണ്ണി നിന്റെ അടുത്ത് വരികയാണെങ്കിൽ എന്നെ അറിയിക്കണമെന്നും വാങ്സോ പറയുന്നു. പക്ഷെ വാങ്സോ ഉണ്ണിനെ കൊല്ലുന്നതായിട്ടൊക്കെ ഹേസു കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേസുവിന് സത്യങ്ങളെല്ലാം വാങ്സോയോട് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. എനിക്കിനിയും നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് വാങ്സോ ചോദിക്കുകയാണ്. യോ രാജാവാവുന്നുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണോ മറച്ചു വെച്ചതെന്ന് വാങ്സോ ചോദിക്കുമ്പോൾ പറയുകയാണ്, യോ ഒരിക്കലും രാജാവാകേണ്ട ആളല്ല, മറിച്ച് സന്ദർഭം മാത്രമാണ് യോനെ രാജാവാക്കിയത്. അതുകൊണ്ട് തന്നെ യോയ്ക്ക് അധികം കാലം അവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല എന്നും പറയുന്നു. പിന്നെ ഇതുവരെയുള്ള സീനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്സോ ആയിരിക്കും ഗോറിയോടെ 4ാമത്തെ കിങ്ങായി വരിക എന്നതാണ്. അതായത് യോ കഴിഞ്ഞാൽ അടുത്ത രാജാവാകുന്നത് വാങ്സോ ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്ത് നമുക്ക് സമാധാനിക്കാം. പണ്ട് ഹേസു വൂക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ വൂക്ക് വീണ്ടും വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും വാങ്സോനെ തടയാൻ സാധിക്കുകയില്ല. അഥവാ നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ബാക്കി എല്ലാവരും തന്നെ മരിക്കും. ഇപ്പോൾ എല്ലാം തന്നെ വാങ്സോയുടേതായി മാറാൻ പോവുകയാണ്. എനിക്കും ഒരിക്കലും വാങ്സോനെ തടയാൻ സാധിക്കുകയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ബോക്ക് ആലോചിക്കുകയാണ്. കോർട്ട് ലേഡിയുടെ വേഷമെല്ലാം ഇട്ട് നടന്ന പാക് സൂണിനെ ജങ് കാണുകയാണ്. അതിനുശേഷം ഹേസുവും ജങ്ങും കൂടി എങ്ങനെയാണ് ഉണ്ണിനെയും വൈഫിനെയും സേഫായിട്ട് പാലസിന് വെളിയിൽ എത്തിക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. എല്ലാ വഴികളിലും തന്നെ സോൾജേഴ്സ് ഉള്ളതുകൊണ്ട് ഏത് വഴിയിലൂടെ നമ്മൾ പോകും എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഹേസ് ഓർക്കുകയാണ്, പാലസിലെ കുളിക്കടവിൻ്റെ അടുത്തുള്ള ആ ഒരു ഗുഹയിലൂടെ എന്തായാലും പുറത്തേക്ക് കടക്കാമെന്ന്. കഴിഞ്ഞ തവണ ആ ഗുഹ അടച്ചു വെച്ചത് കൊണ്ട് തന്നെ ലേഡിയോനെ രക്ഷിക്കാനൊന്നും ഹേസുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തവണ ഇവരെ അതേ വഴിയിലൂടെ തന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഹേസു പറയുകയാണ്. അതിനുശേഷം പാക് സൂൺ ഹേസുവിനോട് മാത്രമായിട്ട് പറയുകയാണ്, എനിക്ക് പോകുന്നതിന് മുമ്പ് അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ടെന്ന്. പക്ഷെ പാക് സൂണിനോട് ഹേസ് പറയുകയാണ്, ജനറൽ പാർക്കിൻ്റെ കൂടെ എപ്പോഴും തന്നെ വാങ്സോ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് നല്ലൊരു നടപടിയല്ല എന്ന്. അപ്പോൾ പാക് സൂൺ ചോദിക്കുകയാണ്, ഹേസുവും വാങ്സോയും തമ്മിൽ പ്രണയത്തിലായിട്ട് പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്സോനെ വിശ്വസിക്കാത്തതെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ ഹേസു കിങ് ടൈജോ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. നീ ഒരിക്കലും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കരുത്. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ നിനക്കിപ്പോൾ ഉള്ളത് കൂടി നഷ്ടപ്പെടുമെന്ന്. ഞാൻ എന്തായാലും വാങ്സോനെ വിശ്വസിക്കാൻ തീരുമാനിച്ചു എന്ന് ഹേസുവും പറയുന്നു. ഹേസ് ചോയ്ജിനെ കാണാൻ എത്തുന്നുണ്ടെങ്കിലും അവിടെ ചോയ്ജി ഇല്ലാത്തതുകൊണ്ട് ഒരു കത്തെല്ലാം എഴുതി വെക്കുകയാണ്. ജങ്ങും പാക്സോണും കൂടി ഗുഹയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം പെറുക്കി മാറ്റുന്നു. പാക്സോണിൻ്റെ മുടി ശരിക്കിരിക്കാത്തത് കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ജങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹേസോൻ്റെ ഹെയർ പിൻ എടുത്ത് പാക്സോണിന് ജങ് കൊടുക്കുന്നു. ഈ ഹെയർ പിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പുതിയതാണെന്ന് തോന്നുകയില്ല, ഇതാരോ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നീ പ്രണയിക്കുന്ന ആളുടെ ആണോ ഇതെന്ന് പാക്സോൺ ചോദിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചെങ് പറയുകയാണ്, ഈ ഹെയർ പിന്നിൻ്റെ ഉടമസ്ഥ സ്വന്തം ജീവൻ പോലും നോക്കാതെ എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണ്. അതിനുശേഷം അന്ന് കാട്ടിൽ വെച്ച് ചെങ്ങിനെ ഹേസു രക്ഷിച്ചതെല്ലാം ചെങ് ഓർക്കുന്നു.
അവൾ പാട്ടുപാടുന്നതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ അവളുമായി പ്രണയത്തിലായത്. ഒരു ദിവസം അവൾ എനിക്ക് വേണ്ടി മാത്രം പാടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നും ജങ് പറയുന്നു. അവൾ തന്നെയാണ് എൻ്റെ ആദ്യ പ്രണയമെന്നും ജങ് പറയുകയാണ്. നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകും, ഞാനും ഇതെല്ലാം അനുഭവിച്ചതാണെന്ന് പാക്സൂണും പറയുന്നു. അതിനുശേഷം പാക്സൂണിൻ്റെ ചെറുപ്പം കാണിക്കുകയാണ്. മറ്റു കുട്ടികളെല്ലാവരും കളിക്കുന്ന സമയത്ത് പാക്സൂൺ അവരുടെ കൂടെയൊന്നും കൂടിയിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ കുട്ടിയൂൺ പാക്സൂണിന് പൂ കൊണ്ടുള്ള ഒരു മോതിരമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പാക്സൂൺ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു. നീ സ്നേഹിക്കുന്നത് ആരെയായാലും അയാളെ സംരക്ഷിക്കാനുള്ള ഒരു ധൈര്യം മാത്രം നിനക്കുണ്ടായാൽ മതിയെന്നും പാക്സൂൺ ജങ്ങിനോട് പറയുന്നു. യോൻഹ പുതിയ കിങ്ങിനെ കാണാൻ എത്തുകയാണ്. മാത്രമല്ല പണ്ട് യോ കൊടുത്ത ആ ഒരു മോതിരമെല്ലാം കയ്യിൽ ഇട്ടുകൊണ്ടായിരുന്നു യോൻഹ വന്നത്. അപ്പോൾ യോ സന്തോഷത്തോടെ പറയുകയാണ്, നേരത്തെ ഉണ്ടായിരുന്ന കിങ് കിതാനിലേക്ക് ഒരു വിവാഹാലോചനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിവാഹം നടന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പകരമായി നിന്റെ വിവാഹമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. എന്തായാലും കിതാനിലേക്ക് വിവാഹം കഴിച്ചു പോകാൻ തയ്യാറായിക്കൊള്ളാൻ കിങ് പറയുന്നു. എന്തുകൊണ്ടാണ് ഈ കിരീടത്തിലേക്ക് എത്തുന്ന എല്ലാവരും തന്നെ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇത്രയേറെ ആലോചിക്കുന്നതെന്ന് യോൻഹ ചോദിക്കുന്നു. ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളെ വിവാഹം കഴിപ്പിച്ചു വിടണമെന്നാണോ നിങ്ങളും ആലോചിക്കുന്നത്? എന്തായാലും നിങ്ങളുടെ കാര്യം ഓർത്ത് എനിക്ക് ഒരുപാട് നിരാശയുണ്ടെന്നും യോൻഹ പറയുന്നു. നിന്റെ സഹോദരനാണ് എന്നെ ചതിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരിക്കലും ക്വീനാക്കാൻ സാധിക്കുകയില്ല എന്ന് യോ പറയുന്നു. കിങ്ങിൻ്റെ അടുത്തു നിന്നും ഇറങ്ങി വന്നതിന് ശേഷം യോൻഹ ഓർക്കുകയാണ്. താൻ സ്നേഹിച്ച വാങ്സോ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തന്നെ ഉപേക്ഷിച്ചു പോയി. തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്ന യോയും ഇപ്പോൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഓർത്ത് കരയുക മാത്രമാണ് യോൻഹ ചെയ്തത്. എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഉണ്ണിന് ഹെയ്സിൻ്റെ റൂം വളരെയധികം ചെറുതാണെന്ന് തോന്നുകയാണ്. അങ്ങനെ പാക്സൂൺ പറയുകയാണ്, ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കുളിക്കടവിലൊന്നും ആരും ഉണ്ടാവുകയില്ല, നമുക്ക് അവിടെ പോകാമെന്ന്. അവിടെ ഉണ്ടായിരുന്ന ഒരു ടവല് കൊണ്ട് ഉണ്ണൊരു റാബിറ്റിനെ എല്ലാം ഉണ്ടാക്കുന്നു. അത് കണ്ടിട്ട് പാക്സൂൺ ഒരുപാട് സന്തോഷിക്കുമ്പോൾ, ഇത് മാത്രമല്ല എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കാണിക്കുകയാണ് ഉൺ. അതിനുശേഷം ഉൺ 2 ഷിപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് പാക്സൂണും ഉണ്ണും തമ്മിൽ റേസിംഗ് ഒക്കെ നടത്തുകയാണ്. ഉൺ ജയിക്കാൻ വേണ്ടി പാക്സൂൺ തോറ്റു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഉൺ ജയിച്ചത് കൊണ്ട് തന്നെ പാക്സൂണിന് അടി കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കുമാണ് പാക്സൂണിൻ്റെ കയ്യിൽ ഒരുപാട് പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നത്. അത് കാണുന്നത് കൊണ്ട് തന്നെ അടിയൊന്നും തരുന്നില്ല എന്ന് ഉണ്ണും പറയുന്നു. ഉണ്ണിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തെറ്റാലി വീട്ടിൽ വെച്ച് ഉൺ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പാക്സൂൺ എടുത്തുകൊണ്ട് ഉണ്ണിന് കൊടുക്കുന്നു. അത് കണ്ട് ഉണ്ണിന് സന്തോഷമാകുന്നു. മാത്രമല്ല ഉൺ പറയുകയാണ്, എനിക്കൊരു പ്രിൻസായിട്ട് ജീവിക്കണമെന്നില്ല, മറിച്ച് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം മാത്രം ഉണ്ടായാൽ മതിയെന്നേ ഉള്ളൂ എന്ന്. നമ്മൾ ടാവർ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ജീവിക്കാൻ സാധിക്കുമെന്ന് പാക്സൂണും പറയുന്നു. അതിനുശേഷം ഉണ്ണും പാക്സൂണിന് ഒരു ഓർണമെൻ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ഹെയ്സുവിന് വേണ്ടി കൊണ്ടുവന്നതാണോ എന്നായിരുന്നു പാക്സൂൺ ചോദിച്ചത്. അതെന്താ, നിനക്കിത് ഇഷ്ടമായില്ലേ? ഭംഗിയുള്ള ഗേൾസിനൊക്കെ ഇത് ഇഷ്ടമാകും എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഉൺ പറയുകയാണ്. പണ്ട് ഫ്ലവർ കൊണ്ടുള്ള റിങ് പാക്സൂണിന് കൊടുത്തപ്പോഴും ഇത് തന്നെയായിരുന്നു ഉണ്ണും പറഞ്ഞിരുന്നത്. അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ പാക്സൂണിന് സന്തോഷമാകുന്നു. നിന്നെ കാണാനും ഭംഗിയുണ്ടെന്നൊക്കെ ഉൺ പറഞ്ഞു കഴിയുമ്പോൾ പാക്സൂൺ ഉണ്ണിനെ കിസ് ചെയ്യുകയാണ്. കിസ് ചെയ്താൽ പ്രഗ്നൻ്റ് ആവുമെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. ഇപ്പോൾ മുതൽ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടാകുമോ എന്നൊക്കെ പാക്സൂൺ ഉണ്ണിനോട് ചോദിക്കുന്നു. അപ്പോൾ ഉൺ ആലോചിക്കുകയാണ്, ഇപ്പോൾ പാക്സൂണിൻ്റെ കൂടെ ജീവിക്കാൻ ഉണ്ണിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ആദ്യം മുതലേ ആവുകയായിരുന്നെങ്കിൽ എത്രത്തോളം നന്നായേനെന്ന്. പിറ്റേന്ന് രാവിലെ ഹെയ്സു കുളിക്കടവിലെത്തുമ്പോൾ ഉണ്ണുണ്ടാക്കിയ ടവല് വെച്ചുള്ള സാധനങ്ങളെല്ലാം ഹെയ്സു കാണുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി പോകുന്നതിന് മുമ്പ് ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയതായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്രയേറെ സാധനങ്ങൾ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് ഹെയ്സു പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് യോൻഹെ എത്തുന്നത്. യോൻഹെ എത്തിയതിനു ശേഷം ചൈനയെ പിന്നെ ഉണ്ണുണ്ടാക്കിയ സാധനങ്ങളും നോക്കുന്നു. ഇനി നീ വാങ്സോനെ കാണാനൊന്നും പാടില്ല. മാത്രമല്ല നിന്നെ നല്ലൊരു ഫാമിലിയിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ടെന്ന് യോൻഹ പറയുന്നു. ഞാൻ വാങ്സോയുടെ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് എനിക്കെന്തെങ്കിലും മൂല്യമുണ്ടെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല വാങ്സോനെ ഉപേക്ഷിക്കാൻ മാത്രം ഒരു കാരണങ്ങളും എനിക്കില്ല എന്നും ഹെയ്സ് പറയുന്നു. അപ്പോൾ യോൻഹ പറയുകയാണ്, എന്തുകൊണ്ടാണ് നിന്നെ ഇത്രയേറെ വെറുത്തിരുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വിവാഹവും ഫീലിങ്സും എല്ലാം നിനക്ക് വെറും കുട്ടികളി മാത്രമാണ്. പക്ഷേ എനിക്കത് ജീവനും മരണവും പോലെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നീ ചെയ്ത ഈ ഒരു കാര്യത്തിന് വലിയൊരു വില നീ കൊടുക്കേണ്ടി വരുമെന്ന് യോൻഹ പറയുകയാണ്. എത്രയും പെട്ടെന്ന് വാങ്സോനെ തിരിച്ചു പറഞ്ഞ് അയക്കണമെന്നൊക്കെ വൂക്ക് പറയുകയാണ്. ഇപ്പോൾ പാർക്ക് ജനറലും ചോയ്ച്ചിയും വാങ്സോയും തമ്മിൽ ഒരു കൂട്ടുകളിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വാങ്സോനെ പറഞ്ഞ് അയക്കുകയാണെങ്കിൽ പിന്നീട് വാങ്സോയുടെ കൂടെ ആരും തന്നെ ഉണ്ടാവുകയില്ല.
അപ്പോൾ യോൻഹെ എത്തിയിട്ട് കിങ്ങുമായിട്ട് ഒരു ഡീൽ വെച്ച് കൊള്ളാമെന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്ന കാര്യം കിങ്ങിന് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ കിത്താനിലേക്ക് പറഞ്ഞു വിടരുത്. ഇതായിരുന്നു ഡീൽ. അടുത്ത സീനിൽ വാങ്സോയോട് യോൻഹ പറയുകയാണ്, ഡമീഗോൺ കുളിക്കടവിൻ്റെ അടുത്ത് നിന്നും ഉണ്ണുണ്ടാക്കുന്നത് പോലത്തെ ടവൽസ് വെച്ചുള്ള ടോയ്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണി പാലസിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. മാത്രമല്ല ഹെയ്സുവാണ് ഇപ്പോൾ ഉണ്ണിനെ സംരക്ഷിക്കുന്നതും. അടുത്തതായിട്ട് പാക്സൂണിനോടും ഉണ്ണിനോടും പൊയ്ക്കോളാനെല്ലാം ഹെയ്സ് പറയുകയാണ്. ആ ഗുഹയുടെ അടുത്ത് വരെ പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്കായി ചെങ് കാത്തിരിക്കും. പിന്നെ അവിടുന്ന് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പാക്സൂണും സഹായത്തിനെല്ലാം നന്ദി പറയുന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴാണ് ചെങ് ഓടി അവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ചെങ് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ചുറ്റും ഗാർഡ്സ് ആണെന്ന്. ആ സോൾജേഴ്സ് എല്ലാവരും അകത്തേക്ക് കയറാതെ ഞാൻ മാക്സിമം നോക്കാം. പക്ഷേ നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണമെന്ന് ചെങ് പറയുകയാണ്. അങ്ങനെ ഹെയ്സു അവരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെ പോകാൻ നോക്കുമ്പോൾ അവിടെ നിന്നും വാളിൻ്റെയും നിലവിളിയുടെയും ഒക്കെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ പാക്സോൺ പറയുകയാണ്, ഞാൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ജനറലിൻ്റെ മകൾ ആയതുകൊണ്ട് തന്നെ എന്നെ അവരൊരിക്കലും കൊല്ലുകയില്ല. ആ ഒരു സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഹെയ്സു ഉണ്ണിനെ രക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണമെന്ന്. അവർ കൊല്ലില്ല എന്നുള്ള ഉറപ്പൊന്നും പാക്സോൺ ഇല്ലായിരുന്നെങ്കിൽ പോലും ഉണ്ണിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത് പോലും. ഉൺ പാക്സോണിനെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ, നീയാണിപ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടത്, ഞാൻ പിന്നെ പുറകെ വന്നോളാം എന്നെല്ലാം പാക്സോൺ പറയുകയാണ്. അങ്ങനെ പാക്സോൺ പോയതിനു ശേഷം ഹെയ്സ് ഉണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുകയാണ്. അവളില്ലാതെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ഞാൻ ഇല്ല എന്ന് ഉൺ പറയുകയാണ്. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് അവളെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഉൺ പറയുന്നു. ഹെയ്സു കണ്ട ഫ്യൂച്ചറെല്ലാം സത്യമാക്കാതിരിക്കാൻ ഉണ്ണിനെ ഹെയ്സ് തടയുന്നുണ്ടെങ്കിൽ പോലും ഉൺ പാക്സോണിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതെല്ലാം കണ്ണീരോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ ഹെയ്സുവിന് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.